അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതൈസീരിക ഫതമ്മിംഹു ലനാ ബിഅഹ്സനിൽ വുജൂഹി കുല്ലിഹാ വഅസ്വബിഹാ വഅസ്വാഹാ ഫഇന്നക അലാ മാ തശാഉ ഖദീർ വബിൽ ഇജാബത്തി ജദീർ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ശർരിൻ വതുഹദ്ദിറുനാ മിൻഹു ഫസ്രിഫ്ഹു അന്നാ യാ ഹയ്യു യാ ഖയ്യൂം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. യാ റബ്ബൽ ആലമീന വയാ അർഹമർ റഹീമീൻ. അപ്പോൾ നമ്മൾ ഉസൂലുൽ ഫിഖ് വറഖാത്ത് നമ്മൾ ചർച്ച ചെയ്തു. അതിന് ഇൽമ്, ലന്ന്, ശക്ക് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓർമ്മിക്കും. ഇനി നമ്മൾ പറയുന്നത് ഉസൂലുൽ ഫിഖ് എന്നാൽ എന്താണ്? ഈ വറഖാത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഈ വറഖാത്തിൽ ചർച്ച ചെയ്യുന്ന ഉസൂലുൽ ഫിഖ് എന്താണ്? നമ്മൾ ഈ വറഖാത്ത്, ഈ കിതാബ്, ഈ ചെറിയ ഏതാനും പേജുകളുള്ള ഈ വറഖാത്ത് എന്ന ഈ കിതാബിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഉസൂലുൽ ഫിഖ് എന്താണ്? വ ഉസൂലുൽ ഫിഖ് അല്ലദീ ഉദിയ ഫീഹി ഹാദിഹിൽ വറഖാത്തു. ഈ വറഖാത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഈ വറഖാത്തിന്റെ സബ്ജക്റ്റ് ആയ ഉസൂലുൽ ഫിഖ് എന്താണ്? തുർക്കുഹു, ഫിഖിന്റെ വഴികളാണ്. ഫിഖ് ഏത് നിലക്ക് വന്ന് അതിൻ്റെ ആ വഴികളെ സംബന്ധിച്ചാണ് ഈ വറഖാത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എവിടുന്നാ ഫിഖ്? ഫിഖിൽ എന്താ ചർച്ച ചെയ്യുന്നത്? ഫിഖിന്റെ വഴികൾ എന്തൊക്കെയാണ്? ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഫിഖിന്റെ വഴികൾ, എങ്ങനെ ഈ ഫിഖ് വന്നത്, ഈ ഫിഖിന്റെ മസ്അലകൾ എങ്ങനെ കിട്ടി, അതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അലാ സബീലിൽ ഇജ്മാലി, ഒരു മൊത്തത്തിലുള്ള ചർച്ച, വിശദമായിട്ട് ഓരോന്നും അത് ചർച്ച ചെയ്യാൻ നമ്മുടെ ഈ വറഖാത്ത് പോരാ. മറിച്ച് ഫിഖിന്റെ മസ്അലകൾ അതെങ്ങനെ കിട്ടി, ഇത് എവിടുന്നാണ്? നിസ്കാരം വുജൂബാണെന്ന് അത് ഉസൂലുൽ ഫിഖിന്റെ ചർച്ചയല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഉളുവിൽ മുഖം കഴുകൽ ഫർളാണ്. അത് എവിടുന്നാ കിട്ടിയത്? അതാണ് നമ്മൾ ഉസൂലുൽ ഫിഖിൽ ചർച്ച ചെയ്യുന്നത്. അതെങ്ങനെ കിട്ടി? ഉളുവിലെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതെങ്ങനെ കിട്ടിയത്? ഉളുവില് 4 പ്രാവശ്യം മുഖം കഴുകൽ കറാഹത്താണ്. അത് എവിടുന്നാ കിട്ടിയത്? എങ്ങനെ അത് കിട്ടി? അതാണ് നമ്മുടെ ഈ വറഖാത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം. മനസ്സിലാക്കണം. ഈ വറഖാത്തിൽ നമ്മുടെ ചർച്ച ഏതാണ്? ഫിഖിന്റെ മസ്അലകളുണ്ട്. ആ മസ്അലകൾ എങ്ങനെ കിട്ടിയത്? ഫിഖിന്റെ മസ്അലകൾ എന്ന് പറഞ്ഞാൽ എന്താ? തലയിൽ നിന്ന് അല്പം തടകൽ അത് ഫർളാണ്. അതെവിടുന്നാ കിട്ടിയത്? തല മുഴുവനും തടവൽ അത് സുന്നത്താണ്. അത് എങ്ങനെ കിട്ടിയത്? അതിന്റെ വഴി എന്താണ്? അതാണ് നമ്മുടെ
ഈ വറക്കാത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം. അത് മനസ്സിലാക്കണം. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അതാണ്. ഉസൂലുൽ ഫിഖ്ഹി അല്ലദീ വുളിയ ഫീഹി ഹാദിഹിൽ വറക്കാത്തു തുറുക്കുഹു ഐ തുറുക്കുൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ വഴികളാണ്. അല സബീലിൽ ഇജ്മാൽ, ഒരു മൊത്തത്തിലുള്ള ഒരു വഴി, അല്ലാണ്ട് നല്ല സവിസ്തരമായുള്ള ചർച്ചയല്ല. അതിനിപ്പോ ഈ വറക്കാത്ത് പോരല്ലോ. ഓരോ വിഷയം എടുത്ത് അത് സവിസ്തരമായിട്ട് ചർച്ച ചെയ്യുക, അത് അടുത്തിരുന്നു അതില്ല. അപ്പൊ മൊത്തത്തില് ഫിഖ്ഹിന്റെ ഓരോ മസലകൾ അത് എങ്ങനെ കിട്ടുന്നത്, അതാണ് നമ്മൾ ചർച്ച. ഇതുപോലെയൊക്കെ മുത്തലക്കുൽ അംറ് അംറ് എന്ന് പറഞ്ഞ അംറ് അഖീമുസ്സലാത്ത, അത് എന്തിനാണ്? ഖീമുസ്സലാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഖീമുസ്സലാത്ത് ഒരു അംറാണ്. ആ അംറിന്റെ മയന എന്താണ്? അതുപോലെ നെഹിയിന്റെ മയന എന്താണ്? അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മൊത്തത്തിൽ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യും. നീ ആ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ അത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുത്തലക്കുൽ അംറ്, മുത്തലക്കുൻ നഹി. അതുപോലെ ഫെയിലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്തു. അത് അവിടുത്തെ ഫെയിലാണ്. ആ ഫെയില് ഏതിന്റെ മേൽ അറിയിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫെയില് അത് ദീനിന്റെ ഹുജ്ജത്താണ്. അത് ഏത് നിലക്കാണ് അത് ഹുജ്ജത്തായി തീരുന്നത്? ചർച്ച, അതാണ് ഈ വറക്കാത്ത്. അതുപോലെ ഇജ്മാഅ്, ഫുഖഹാഇന്റെ ഇജ്മാഅ്, ഉമ്മത്തിന്റെ ഇജ്മാഅ്, ഉലമാഇന്റെ ഇജ്മാഅ്, അത് ഏതിന്റെ മേൽ അറിയിക്കും? ഉലമാക്കൾ, ഒരു കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ, ഒരു കാലഘട്ടത്തിലുള്ള ഫുഖഹാക്കൾ എല്ലാവരും ഏകോപിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. എന്നാൽ അതിന്റെ ഹുക്മ് എന്താണ്? എല്ലാ ഉലമാക്കളും കൂടി ഒരു സംഗതി പറഞ്ഞാൽ അതിന്റെ ഹുക്മ് എന്താണ്? അതുകൊണ്ട് ഇവിടെ എന്താ ഉണ്ടാകുക? അതിനെ ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഗതി, തുല്യമായ സംഗതി, ഒരു സംഗതിയുടെ മസ്അല തിരിയുന്നില്ല എന്നാ അതുപോലെ തുല്യമായ ഒരു മസ്അല ഉണ്ട് എന്നാ അത് രണ്ടിനും തമ്മിലെ ഖിയാസൊക്കെ. ഇതൊക്കെ കുറച്ചുപുറം വിശദീകരിക്കേണ്ട അതിന്റെ ഉദാഹരണങ്ങളൊക്കെ. മുത്തലക്കുൽ അംറ്, മുത്തലക്കുൻ നഹി, ഫെയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്മാഅ്, ഖിയാസ്, അതിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ താഴെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഉദാഹരണം പറയാണ്ട് വിടുന്നത്. ഒരു ഇസ്തിസ്ഹാബ്, നേരത്തെ ഉണ്ടായത്, ഒരു സംഗതി തിരിയുന്നില്ല, അപ്പൊ എന്താ ചെയ്യണ്ടേ? അത് നേരത്തെ എന്താ ഉണ്ടായത് അതേ ഹുക്കുമൂടെ ബാധകമാക്കണം. അതിന്റെയും ഉദാഹരണം നേരത്തെ പറയുന്നുണ്ട്. എങ്ങനെ? ഒരാള് ഉളൂ ചെയ്തു, ആ ഉളൂർത്തുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ ഉളൂർത്തിന് അതെനിക്ക് ഉറപ്പുണ്ട്. കുറെ കഴിഞ്ഞിട്ട് ഞാൻ സംശയിച്ച് എനിക്ക് എൻ്റെ ഉളു മുറിഞ്ഞോ ഇല്ലേ, എനിക്ക് ഉളു ഉണ്ടോ ഇല്ലേ. അപ്പൊ അവിടെ മുറിഞ്ഞോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ അവിടെ എന്താ? ആള് ഇസ്തിസ്ഹാബ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ ഒതു കൊടുത്തു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒതു കൊടുത്തു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ എന്താ സംശയിക്കുന്നത്? എന്റെ ഒതു മുറിഞ്ഞോ ഇല്ലേ. അവിടെ ഇസ്തിസ്ഹാബ് കൊണ്ട് ഹുക്ം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നേരത്തെ എനിക്ക് ഒതു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പില്ലേ? ആ ഉറപ്പ് കൊണ്ട് ഹുക്ം ചെയ്യണം. അതിനാണ് ഇസ്തിസ്ഹാബ് എന്ന് പറയുന്നത്. ഇസ്തിസ്ഹാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെയാണ് ഈ വറക്കാത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യവും. മിൻ ഹൈസുൽ ബഹ്സു അൻ അവ്വലിഹ, ഇതിന്റെ ഒക്കെ അവ്വല് മുതൽ നമ്മൾ ചർച്ച ചെയ്യും. ഈ വിഷയത്തിന്റെ ഓരോന്നിന്റെയും തുടക്കം, ഇതിന്റെ അവ്വൽ എന്താണ്, ഇതിന്റെ ആഖിർ എന്താണ്, അതെന്താണ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതെന്താ ചർച്ച? അതിന്റെ അവ്വൽ എന്താ? അംറ് ബി അന്നഹു ലിൽ വുജൂബ്, അംറ് വുജൂബിനുള്ളതാണ്. ഞാൻ ചെയ്യുന്ന എന്താ? അത് വുജൂബിനാണ്.
അങ്ങനെ ഉജൂബായ കാര്യം എന്തെല്ലാം ഉണ്ട്, അത് നമ്മുടെ ഈ വർക്കാത്തിന്റെ ചർച്ചയല്ല. നമ്മുടെ ചർച്ച എന്തേ ഉള്ളൂ? അമ്ര് അത് ഉജൂബിനാണ് എന്നാടെ പറഞ്ഞു നിർത്തും. അക്കീമുസ്സലാത്ത, നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ നിസ്കരിക്കണം, അത് അമ്ര് ഉജൂബിനാണ്. നിസ്കരിച്ചേ പറ്റൂ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും, നിസ്കരിച്ചാൽ കൂലിയും കിട്ടും, ഉജൂബിനാണ് എന്ന് പറഞ്ഞു വെക്കും. പിന്നെ സാനി ബി അന്നഹുലിൽ ഹുംബത്ത്, നെഹ്യി, രണ്ടാമത്തെ നെഹ്യി അല്ലേ പറഞ്ഞ? അതെ, മുത്തലക്കിൽ അംദിവൻ നെഹ്യി, നെഹ്യി അതിന് ഹുർമത്താണ്. ലാ തശ്റബുൽ ഖംർ, നീ കള്ളു കുടിക്കരുത്. അതിന്റെ മയനെന്താ? കള്ളു കുടിക്കല് ഹറാമാണ്. അക്കീമുസ്സലാത്ത, അതിന്റെ മയനെന്താ? സ്കരിക്കല് ഉജൂബാണ്, സ്കരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടു. ലാ തശ്റബുൽ ഖംർ, നീ കള്ളു കുടിക്കരുത്. അതിന്റെ മയനെന്താ? കള്ളു കുടിക്കല് ഹറാമാണ്, കള്ളു കുടിച്ചാൽ കുറ്റം കിട്ടും. അതുപോലെ വൽ ബാക്കി, ബാക്കിയുള്ളത് ഏതാ? ഫെയിലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്മാ, ഖിയാസ്, ഇസ്തിസ്ഹാബ്, അതിന് ശേഷം പറഞ്ഞത് അതൊക്കെ ബി അന്നഹാ ഹുജ്ജജുൻ, അതൊക്കെ ദീനിന്റെ തെളിവുകളാണ്. ഇജ്മാ ദീനിന്റെ തെളിവാണ്, ഖിയാസ് ദീനിന്റെ തെളിവാണ്, ഇസ്തിസ്ഹാബ് ദീനിന്റെ തെളിവുകളാണ്, ഫിഖ്ഹിന്റെ തെളിവുകളാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഈ വറക്കാത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒരു മൊത്തത്തിലുള്ള ഒരു ചർച്ച, സവിസ്തരമായ ചർച്ചകൾ ഇവിടെ ഇല്ല. കൈരുതാലി മിമാസയേത്തി, ഇതൊക്കെ പിന്നെ വരുന്നുണ്ട്, ശേഷം വരുന്ന സംഗതികൾ. കൈരുതാലിക്ക് ഇതല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ? അത് മിമാസയേത്തി, അതൊക്കെ വരുന്നുണ്ട്. മയമായത്തല്ലക്കുബിഹി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അമ്രുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നെഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇജ്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്തിസ്ഹാബുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെയാണ് ഈ ഉസൂലുൽ ഫിഖ്ഹിന്റെ ചർച്ച. ബിഖലാഫി തുർഖിഹി അലാ സബീലി തഫ്സീലി, തഫ്സീലിയായ നിലക്കുള്ള ആ വിശദീകരണം. ബിഖലാഫി തുർഖിഹി, ഫിഖ്ഹിന്റെ വഴികൾക്കെതിരിൽ, അലാ സബീലി തഫ്സീൽ, വിശദമായ ചർച്ച. ആ ചർച്ചക്ക് എതിരായിട്ട് എന്ന് പറഞ്ഞാല് ആ ചർച്ച ഇതിലില്ല. ഫിഖ്ഹിന്റെ തഫ്സീലിയായ ചർച്ച നമ്മുടെ ഈ വറക്കാത്തിൽ ഇല്ല. മറിച്ച് മൊത്തത്തിലുള്ള ഒരു ചർച്ച. മൊത്തത്തിലുള്ള ഒരു ചർച്ച എന്താ? അമ്ര് വുജൂബിനാണ്, നെഹ്യി ഹുർമത്തിനാണ്, പിന്നെ ഇസ്തിസ്ഹാബ് അത് ദീനിന്റെ ഹുജ്ജത്താണ്, ഇജ്മാ ദീനിന്റെ ഹുജ്ജത്താണ്, ഖിയാസ് ദീനിന്റെ ഹുജ്ജത്താണ്. ഇതൊക്കെ ചർച്ച ചെയ്യും. എന്നല്ലാണ്ട് ഫിഖ്ഹിന്റെ ഓരോ ജുസ് തഫ്സീലിയായിട്ട് അത് ചർച്ച ചെയ്യാനൊന്നും നമുക്ക് കയ്യിലിടാം. ഉളുവിന്റെ ഫർദ് 6 എന്നിട്ട് 6 ഫർദും ചർച്ച ചെയ്യുക, എന്നിട്ട് ആ ഫർദിന്റെ ഹുജ്ജത്തുകൾ ചർച്ച ചെയ്യുക, ആ ഫർദിന്റെ ദലീലുകൾ ചർച്ച ചെയ്യുക. അതിനൊന്നും നമുക്കൊരു സമയമില്ല. അതൊക്കെ നിങ്ങൾ ഫിഖ്ഹിന്ന് പഠിച്ചോ. എന്നല്ലാണ്ട് അതൊന്നും ഇവിടെ ചർച്ചയില്ല. കാരണം വറക്കാത്ത് ചെറിയ കിതാബാണ്, മാത്രമല്ല ഇത് ഉസൂലാണ് ചർച്ച. ഫിഖ്ഹിന്റെ ഓരോ ജുസ് ചർച്ച ചെയ്യലല്ല, അത് ഫിഖ്ഹിലാണ്, ഉസൂലുൽ ഫിഖ്ഹില്ല. ഉസൂലുൽ ഫിഖ്ഹിൽ ഈ പറയുന്ന ഇത് വുജൂബാണെന്ന് എങ്ങനെ കിട്ടി, ഹറാമാണെന്ന് എങ്ങനെ കിട്ടി, സുന്നത്താണെന്ന് എങ്ങനെ കിട്ടി, കറാഹത്താണെന്ന് എങ്ങനെ കിട്ടി, ആ ഉസൂല് നമ്മൾ പറഞ്ഞു. എന്നല്ലാണ്ട് കറാഹത്തുകൾ എന്തൊക്കെ, വുജൂബുകൾ എന്തൊക്കെ, ഹറാമുകൾ എന്തൊക്കെ, അതൊന്നും ചർച്ച ചെയ്യലല്ല ഉസൂലുൽ ഫിഖ്. ഏതുപോലെ തഫ്സീലിയായ ഫിഖ്ഹിന്റെ വിഷയം ഏതുപോലെ നഹു അഖീമുസ്സലാത്ത വലാ തഖ്റബുസ്സിന, സലാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കഅബത്തി, ഇതൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല. അതൊക്കെ വിശദമായ ചർച്ചകളാണ്. അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് അഖീമുസ്സലാത്ത അങ്ങനെയാകുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള സവിസ്തരമായ ചർച്ച. അതുപോലെ വലാ തഖ്റബുസ്സിന എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സവിസ്തരമായ ചർച്ച, അതൊന്നും തന്നെ നമുക്ക് ഇവിടെ ഇല്ല. അതിന് നമുക്കിവിടെ എന്തില്ല, സമയവും ഇല്ല. അതുപോലെ
സലാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കഅബത്തി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ ഉള്ളിൽ വെച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ കഅബയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ച നിസ്കാരം ഏത്? സുന്നത്ത് നിസ്കാരമാണോ ഫർദ് നിസ്കാരമാണോ? അങ്ങനെയുള്ള നീണ്ട ചർച്ചകളുണ്ട്. അതിനൊന്നും നമുക്ക് ഇവിടെ സമയമില്ല. അതൊന്നും നമ്മുടെ ഈ കിതാബിന്റെ പ്രതിപാദ്യ വിഷയവും അല്ല. മറിച്ച് ഈ കിതാബിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫെയില് കഅബത്തിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അതൊരു ഫെയിലാണ്. ആ ഫെയില് ദീനിന്റെ ഹുജ്ജത്താണ്. അങ്ങനെ മാത്രം അവിടെ പറഞ്ഞിട്ട് പോകും. കഅബത്തിനുള്ളിൽ വെച്ചിട്ട് എപ്പോഴാണ് നിസ്കരിച്ചത്? എത്ര റക്അത്താണ് നിസ്കരിച്ചത്? അത് സുന്നത്ത് നിസ്കാരമായിരുന്നോ? എങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിച്ചത്? ആ തുടങ്ങിയുള്ള തഫ്സീലിയായ ചർച്ചകളുണ്ട്. ലാ തഖ്റബു സിന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സിനയോട് അടുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഓരോന്നിനും നീണ്ട നീണ്ട ചർച്ചകളുണ്ട്. ആ നീണ്ട ചർച്ചകളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ ഇവിടെ ഇവിടെ നമ്മളെ ചർച്ച ചെയ്യും? അഖീമുസ്സലാത്ത, അത് വുജൂബിനാണ്. വലാ തഖ്റബു സിന, അത് ഹറാമിനാണ്. അന്നഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അത് കഅബന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാം എന്നതിന്റെ മേലെ തെളിവാണ് ആ ഫെയില് എന്നൊക്കെ പറയാ എന്നല്ലാണ്ട് അതിന്റെ ഒന്നും തഫ്സീലിയായ ചർച്ചകൾ നമുക്ക് ഇവിടെ ഇല്ല. കമാ അഖ്റജഹു ശൈഖാനി, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അത് ദീനിന്റെ ഒരു തെളിവാണ്. അവർ അഖീമുസ്സലാത്ത വലാ തഖ്റബു സിന ഖുർആൻ ആയത്താണ്. അപ്പൊ അത് ഖുർആനിലുണ്ട്. ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇജ്മാ ഉണ്ടെന്ന് അല അന്ന ലിബിന്ദിൽ ഇബിനി അസുദുസ ബിന്ദി സുൽബി, മോന്റെ പെൺകുട്ടിക്ക് മകന്റെ പെൺകുട്ടിക്ക് സുദുസ് കിട്ടും സ്വന്തം മോളുള്ളതോടുകൂടി. സ്വന്തം മകളും ഉണ്ട്, പിന്നെ മകന്റെ മകളും ഉണ്ട്. എന്നാ മകന്റെ മകൾക്ക് സ്വത്തിന്റെ 1/6 കിട്ടും. ഹൈസുലാമു അസബലുഹുമ, അവർക്ക് അവിടെ അസബാക്കാര് ഇല്ലാതിരിക്കുമ്പോൾ. അത് ഫിഖ്ഹിന്റെ ഒരു മസലയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇർസ് ഫറായിദ് അത് മുഴുവനും ചർച്ച ചെയ്യാനൊന്നും നമുക്കിടക്കയില്ല. അങ്ങനെ അത് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കിതാബും അല്ല ഉസൂലുൽ ഫിഖ്. ഇങ്ങനെ ഒരു അസ്ല് മസ്അല അവിടെ പറഞ്ഞു വിടും. അതെന്ത്? മകന്റെ മകൾക്ക് സ്വന്തം മകളുള്ളതോടുകൂടി അവിടെ അസബാക്കാരില്ലെങ്കിൽ 1/6 മുതൽ കിട്ടും. അതൊക്കെ നിങ്ങൾ ഫറായിദിൽ വെച്ച് പഠിച്ചിട്ടുണ്ടാകും. തോൽമിൽ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മഹല്ലിയിൽ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കും. അതൊക്കെ ഫിഖ്ഹിന്റെ ചർച്ചയാണ്. ആ ഫിഖ്ഹിന്റെ ചർച്ച ഒന്നും നമ്മളോട് കൊണ്ടുവരില്ല. മറിച്ച് ഇങ്ങനെയുള്ള ചില ഉസൂലുകൾ അവിടെ പറഞ്ഞു വെക്കും. ഖിയാസുൽ ബുറ്റി അൽ അറുസി ഫിംതിനായി ബൈഇ ബഅദിഹി ബി ബഅദിൻ ഇല്ലാ മസലൻ ബി മസലിൻ യദൻ ബി യദിൻ കമാ റവാഹു മുസ്ലിം. അതെന്താ പറയുന്നത്? ഗോതമ്പ് വിൽക്കാൻ പാടില്ല. ഗോതമ്പിന് പകരം വിൽക്കുകയാണെങ്കിൽ 1 കിലോ ഗോതമ്പ് 1 കിലോ ഗോതമ്പിന് പകരം അന്നേരം തന്നെ അതിന്റെ പൈസ അപ്പുറം ഇപ്പുറം വാങ്ങുകയും ചെയ്യണം. യദംബിയത് എന്ന് പറഞ്ഞാല് അപ്പം തന്നെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറണം. ആ കടമൊന്നും പറ്റൂല. അത് ഫിഖ്ഹിന്റെ ഒരു മസലയാണ്. അല്ലെങ്കിൽ റിബ വരും എന്നൊക്കെ അവിടെ പറയും. അത് ഫിഖ്ഹിന്റെ മസലയാണ്. അപ്പൊ ഫിഖ്ഹിന്റെ ആ മസല മുഴുവനും ചർച്ച ചെയ്യാൻ നമുക്കിടയില്ല. അപ്പൊ അവിടെ ബുറിന്റെ മേൽ ബുറ് പറ്റൂല എന്നാണ് ഹദീസിലുള്ളത്. ഗോതമ്പ് പറ്റൂല. അരിയും അങ്ങനെ അല്ലല്ല. അറുസും അങ്ങനെ തന്നെയാണ്. അറുസിന്റെ മേലിൽ ബുറിനെ ഖിയാസാക്കി. അറുസും ബുറും ഇപ്പൊ ഒരുപോലെയായി. ബുറിനെ വിൽക്കാൻ വേണ്ടി പറ്റൂല, അതുപോലെ തന്നെ അറുസിനെ വിൽക്കാൻ പറ്റൂല. ഗോതമ്പ് വിൽക്കാൻ പറ്റൂല. എങ്ങനെയല്ലാണ്ട് തുല്യത വേണം. റൊക്കം പൈസ കൊടുക്കുകയും ചെയ്യണം. അന്നേരം തന്നെ അപ്പുറം ഇപ്പുറം കൈമാറണം. അപ്പുറം ഇപ്പുറം അന്നേരം തന്നെ കൈമാറുകയും ചെയ്യണം. പിന്നെ തുല്യത വേണമെയും ചെയ്യണം.
അത് അരിയിലും വേണം, ഗോതമ്പിലും വേണം. അത് ഖിയാസാണ്. കമാ റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ അതുണ്ട്. ഗോതമ്പിന് പകരം വിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം ഷർത്തുകളുണ്ട്. അരിക്ക് പകരം വിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം ഷർത്തുണ്ട്. ഗോതമ്പിനുള്ള അതേ ഷർത്ത് അരിക്കും ഉണ്ട്. അത് ഖിയാസാണ്. അതുപോലെ ഉസ്തിസാബി തഹാറത്തി ലിമൻ ശക്ക ഫി ബക്കായിഹ, ഒരുത്തനെ സംശയിച്ച് ഞാൻ നേരത്തെ ഒതുകൊടുത്തിന്, ഇപ്പൊ ആ ഒതു പോയോ ഇല്ലേ, അവിടെ ബാക്കിയുണ്ടോ ഇല്ലയോ സംശയിച്ചു. എന്നാൽ നമ്മുടെ ഹുക്കുമ കൊടുക്കും, അവനിക്ക് ഒതു ഉണ്ട്, കാരണം അതവനിക്ക് ഉറപ്പാണ്. അതിനാണ് ഇസ്തിസാബ് എന്ന് പറയുക. ആ നേരത്തെയുള്ള ആ സംഗതിയുടെ മേലിൽ പിടിച്ചിട്ടു ഞാൻ ഒതു കൊടുത്തുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സംശയപ്പെടെന്താ ആ ഒതു മുറിഞ്ഞോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഇസ്തിസാബിന്റെ ഹുക്കുമ കൊടുക്കും. നേരത്തെയുള്ള അവസ്ഥ എന്താ, എനിക്ക് ഒതു ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ലേ, അപ്പോൾ എനിക്ക് ഒതു ഉണ്ട് എന്ന് വെക്കും ഇസ്തിസാബ്. ഇങ്ങനെ ഫലൈസത്ത് മിൻ ഉസൂലിൽ ഫിഖ്, ഇതൊന്നും ഉസൂലിൽ ഫിഖ് ചർച്ച ചെയ്യുന്ന വിഷയമില്ല. ഇങ്ങനെ ഓരോന്ന് ഉസൂലിൽ ഫിഖിൽ എടുത്തിട്ട് ചർച്ച ചെയ്യൂല. മറിച്ച് ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഫിഖിലാണ്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ സ്വന്തം മകളുള്ളതോടുകൂടി മകന്റെ മകൾക്ക് അസബാക്കാരില്ലെങ്കിൽ 6-1, അതൊന്നും നമുക്ക് ഉസൂലുൽ ഫിഖിൽ ചർച്ച ചെയ്യാൻ സമയമില്ല. അതെല്ലാം ഫിഖിന്റെ കിതാബുകളിൽ ചർച്ച ചെയ്യേണ്ടുന്ന ജുസ്അൻ സംഗതികളാണ് തഫ്സീലി. അതൊന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യില്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ അസ്ല മസ്ലകൾ മാത്രം. ഫലൈസത്ത് മിൻ വൈൻ ദുഖിറ ബഅദുഹാ ഫി കുതുബിഹി തംസീലൻ, ഉസൂലുൽ ഫിഖിന്റെ കിതാബുകളിൽ ഉദാഹരണത്തിന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയും. ഇപ്പൊ ഓരോന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അത് ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. അത് ഉദാഹരണത്തിന് വേണ്ടി പറയുക എന്നല്ലാണ്ട് അത് പൂർണ്ണമായി ചർച്ച ചെയ്യാൻ ഉസൂലുൽ ഫിഖ് അല്ല, അത് ഫിഖിന്റെ കിതാബുകളാണ്. അപ്പോ ഫിഖിന്റെ മസ്അലകൾ എങ്ങനെയാണ് കിട്ടിയത് എന്നതിന്റെ ആ അസ്ലുകൾ ചർച്ച ചെയ്യലാണ് ഈ വറക്കാത്ത് ഉസൂലുൽ ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലില്ലാഹിൽ ഹംദ്.